സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും ഇവിടെ കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരുടെ വെല്ലുവിളിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഫത്ഹോ കെസറോ പുള്ളിയോ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കും. തെളിയിച്ചാൽ ഞങ്ങൾ വിടുവിടും. ഇപ്പൊ തെളിയിച്ചരാ. അൽഹംദുലില്ലാ. നമ്മൾ മുസ്തഫ മറിച്ച് അവിടെ ഇരിക്കും. അൽഹംദുലില്ലാ, നല്ല കാര്യം. നമ്മൾ മുസ്തഫ ഇങ്ങോട്ട് ഇരിക്കും. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു വെല്ലുവിളി നടത്തി, അത് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണം. അപ്പോഴേക്ക് തുള്ളിച്ചാടി മൈക്ക് പിടിക്കാൻ നോക്കിയാൽ ശരിയല്ല. ഒരു വെല്ലുവിളി നടത്തി, എല്ലാവരും കേട്ടത് ഒരു വെല്ലുവിളി നടത്തി, അതിന് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണ്ടേ? ആ മറുപടി പറയുന്ന ഇടയ്ക്ക് ശല്യമുണ്ടാക്കുന്നത് നിങ്ങളെ കാണുന്ന ജനങ്ങളും കാണുന്നുണ്ട്. ശരി, അപ്പൊ ശരി. ഖുർആനിൽ ഒന്നാമത്തെ പുള്ളി ഏതാറിയോ? ഒന്നാമത്തെ പുള്ളി മുസ്ഹഫ് മറിച്ച ആദ്യങ്ങൾ ബിസ്മില്ലാ ബാവിന് പുള്ളി ഉണ്ട്. അതാണ് ഖുർആൻ മറിച്ച ഫസ്റ്റ് പുള്ളി. പറയാൻ നിങ്ങൾ ചാടല് മുതലേ എന്താ ഇപ്പൊ ഇങ്ങനെ ഇളകിയാലോ? അടുത്തിരുന്ന ആരെങ്കിലും ആദ്യത്തെ കുറിച്ച് ഓതുണ്ട്. എന്താ ഇങ്ങനെ ഇളകണം അവിടെ? അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ മുസ്ഹഫിൽ ആദ്യം കാണുന്ന പുള്ളി ബിസ്മി എന്ന ബാഇന്റെ പുള്ളിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഓതിയത് ബാഗ് തന്നെയാണ് ഓതിയത്. അതുകൊണ്ട് പുള്ളിയിട്ടപ്പോ ബാഗായി. പുള്ളിയിടുന്ന മുമ്പ് യാ ആയിരുന്നു താ ആയിരുന്നു ആരെങ്കിലും പറയോ? രണ്ടാമത്തെ പുള്ളി റഹ്മാനി അവിടെ ന്യൂനമ കാണും. ആ പുള്ളി അവിടെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അല്ലാഹു റസൂൽ ഓതിയത് റഹ്മാനി ന്യൂനായി തന്നെയാണ്. അടുത്ത പുള്ളി റഹീമി അവിടെ യാഗ് രണ്ട് പുള്ളി. ആ പുള്ളി ഇട്ട കാലത്തും ഇടാത്ത കാലത്തും റസൂൽ ഓതി യാഗ് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നബി ഞങ്ങൾ ഓതാത്തൊരു ഫത്തഹ് ഞങ്ങളാരും ഓതുന്നില്ല. നബി ഞങ്ങൾ ഓതാത്തൊരു കസ്റ് ഞങ്ങളാരും ഓതുന്നില്ല. നബി ഞങ്ങൾ ഓതാത്തൊരു ലൊമ്മ് ഞങ്ങളാരും ഓതുന്നില്ല. നബിയോ സഹാബത്തോ പഠിപ്പിക്കാത്തൊരു ഓത്ത്, ഒരു ഖിറാഅത്ത് മുസ്ലിം ലോകം ഓതുന്നേ ഇല്ല. പിന്നെ പുള്ളി മാത്രമല്ല, ആ മുസ്ലിം മുപ്പ് കേട്ടോ, പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ അടുക്കളക്കല്ലി. ഇനി പുള്ളി മാത്രമല്ല, അല്ലാഹു റസൂലിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ഇന്നത്തെ പോലെ ചട്ടക്കുള്ളിൽ എഴുതി രേഖപ്പെടുത്തി ഒറ്റ കിതാബാക്കിയിട്ടില്ല. അത് പിന്നുണ്ടായി. അത് CD-ക്ക് പിന്നെയും കഴിഞ്ഞുണ്ടായി. അത് മെമ്മറി കാർഡിക്ക് പിന്നെയും കഴിഞ്ഞു വന്നു. കുറച്ച് കഴിഞ്ഞാൽ വേറെ രൂപത്തിലേക്ക് വരും. അതെന്താണ്? ഭൗതിക സൗകര്യം മാത്രം. ഖുർആനിൽ മാറ്റം വരുന്നില്ല. എന്നാൽ എന്നതുപോലെ അല്ലാഹു റസൂലിന്റെ കാലത്ത് ജന്മദിനാഘോഷം എന്താ ഉള്ളത്? അതാണ് തെളിയേണ്ടത്. എന്താ ഉള്ളത്? അന്ന് കാരൊക്കെയാണോ? നമുക്കിന്ന് ബിരിയാണി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അന്ന് നബിതങ്ങൾ കാരക്കൊടുത്തോ നമുക്ക് ബിരിയാണി വെക്കാം. അന്ന് നബിതങ്ങൾ പായസം കൊടുത്തോ നമുക്കിന്ന് ഒന്നാകെ എല്ലാ ആഘോഷങ്ങളുമാകാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 ആയത്തെങ്കിലും സ്പെഷ്യലായി ഓതിയോ എങ്കിൽ നമുക്ക് ഖുർആൻ മൊത്തം ഓതാം. പക്ഷേ അതില്ല. അതാണ് ഇബ്നു ഹാജർ തങ്ങൾ പറഞ്ഞത്, ഇന്ന ദാലിക സിയാദത്തുൻ ഫിദ്ദീൻ. ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ്, മറ്റൊരു മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല. അത് മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല. ഇടങ്ങാറുണ്ടാവും കേൾക്കുമ്പോ, നിവൃത്തില്ല, നിങ്ങളല്ലേ ഈ പ്രസംഗം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ്. ആര് വർദ്ധിപ്പിച്ചു? നിങ്ങളും പറഞ്ഞു. സദീഖുൽ അക്ബറിന്റെ കാലത്തില്ല, ഉമർ ഖത്താബിന്റെ കാലത്തില്ല, ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തില്ല, സ്വഹാബത്തിന് പരിചയമില്ല. മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. ഇനി ഈ നാട്ടുകാരോട് ഒരു ഒറ്റ കാര്യം കൂടി പറയാം. ഒരു കാര്യം ഈ നാട്ടുകാരോട്, മുസ്ലിയാക്കന്മാരോടല്ല, നാട്ടുകാരോട്. ഈ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ നാടുകളിൽ എത്ര സ്ഥലത്ത് ഫ്ലക്സും ബോർഡും ബാനറും വന്നു. സദീഖുൽ അക്ബർ പറഞ്ഞിരിക്കുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ് കാന റഫീഖൻ ലീ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ ഒരു ദിർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സദീഖുൽ അക്ബർ പറഞ്ഞു എന്ന് ഇവിടൊക്കെ നോട്ടീസ് ഇറങ്ങിയില്ലേ? ഈ മൂലം ഇറക്കിയില്ലേ? എത്ര സ്ഥലത്തിറങ്ങി? ഉമർ ഫാറൂഖ് പറഞ്ഞു അത്രേ, ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ ബദറിൽ പങ്കെടുത്ത കൂടിയുണ്ട് എന്ന്. ഹസൻ ബസരി പറഞ്ഞു അത്രേ, എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അത് അല്ലാഹു റസൂലിന്റെ മൗലിദ് പാരായണത്തിന് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ പറഞ്ഞെന്താ? റസൂലിനോ സഹാബത്തിനോ താബിഈനോ ഒന്നും പരിചയമല്ല, മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലായല്ലോ. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ അൽഹംദുലില്ലാഹ് ഇത്തിഫാഖായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും സമസ്തക്കാരും ഒന്നിച്ച് ഇവിടെ ഒരു പ്രഖ്യാപനം മുസ്ലിം സമൂഹത്തിൽ മൊത്തം നടത്തുന്നു. ഈ ഒരു ആചാരം 7-ാം നൂറ്റാണ്ടിൽ വന്നതാണ്. ഇനി തർക്കം എവിടെയുള്ളൂ? 7-ാം നൂറ്റാണ്ടിൽ വന്നാലും ദീനാവോ അല്ല ദീനാവുകയില്ലേ എന്നല്ലേ തർക്കമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പോകാൻ പര്യാപ്തമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് പോകാൻ ഹേതുവാകുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ഉത്ബോധനം തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ ഇല്ലാത്ത ഒന്ന്, സഹാബാ കിറാം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിന്ന് കേട്ടു പഠിച്ച ദീന്
അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട്. 10 ആയത്ത് പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കിയിട്ടേ സ്വഹാബിമാർ അടുത്ത ആയത്തിലേക്ക് പോയിട്ടുള്ളൂ. ആ സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒന്ന്, ആ സ്വഹാബിമാരെ അപ്പടി പിൻപറ്റിയ വല്ലദിന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയവർ എന്ന് പറഞ്ഞ താബിഉകൾ, ആ താബിഉകൾക്ക് പരിചയമില്ലാത്തൊരു ദീന്, ആ താബിഉകളെ പിൻപറ്റിയ താബിഉകൾ അവർക്ക് പരിചയമില്ലാത്തൊരു ദീന്. മദ്ഹബിലെ ഇമാമങ്ങളെ അറിയപ്പെട്ട ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുമുല്ലാ, അവർക്ക് പരിചയമില്ലാത്തൊരു ദീന്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്തൊരു ദീന്. റിഫായി ശൈഖിനോ പോലും പരിചയമില്ലാത്തൊരു ദീന് മുളഫർ രാജാവ് കൊണ്ടുവന്നത്. അത് ദീനാണ്, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിച്ചോളീനാ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങളും ഞങ്ങളും സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ചെയ്യാം, സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യ രാജ്യമാണ്. പക്ഷേ ഇത് ദീനാണെന്ന് പറയാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക. ഇനി അയിമ വാശുണ്ടാക്കി അത് പിന്നാലെ കൂടി ഇനി വാക്കുമ പിടിച്ച് അത് തർക്കിച്ച് നാളെ ഇത് നിലക്കണമെന്ന് ആഗ്രഹമുള്ള നിലർത്തിക്കോട്ടെ. പക്ഷേ ഇത് അള്ളാന്റെ ദീനാണ് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക.